നിങ്ങൾ ആ കാട് കണ്ടോ? ചിതറിത്തെറിച്ച 50ഓളം ജപ്പാൻ പട്ടാളക്കാരുടെ ശവശരീരമാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ 16 വയസ്സുള്ള ഒരു പയ്യൻ മാത്രം രക്ഷപ്പെട്ടു. ഭയന്ന് വിറച്ചുകൊണ്ട് ഒരു മരത്തിന്റെ പിന്നിൽ അവൻ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ എല്ലാവരെയും കൊന്നു കൊല വിളിച്ച ആ രാക്ഷസ കടുവ 16 വയസ്സുള്ള ആ ചെറുക്കനെ ഒന്നും ചെയ്യാതെ അവിടുന്ന് പോവുകയാണ്. ആ കടുവയുണ്ടല്ലോ ഈ കാട്ടിലെ രാജാവായിരുന്നു. 1000-ന് മുകളിൽ ജപ്പാൻ പട്ടാളക്കാരെ കൊന്നു കൊല വിളിച്ച കാട്ടിലെ രാജാവ്. അവന്റെ പേര് കേട്ടാലുണ്ടല്ലോ എത്ര വലിയ വേട്ടക്കാരനാണെങ്കിലും ഒന്നും ഞെട്ടാതിരിക്കില്ല. പക, ദേഷ്യം, നീറുന്ന വേദന ഇതെല്ലാം സഹിച്ചുകൊണ്ട് ആ കാട്ടിലൂടെ ഈ കടുവ അതിന്റെ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തനും അവനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല ആ കടുവയെ വേട്ടയാടാനായിട്ട്. വീണ്ടും വീണ്ടും ഒരുപാട് വേട്ടക്കാർ കത്തിയെരിയുന്ന തീനാളത്തിലേക്ക് ഈയാമ്പാറ്റ പോകുന്നത് പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇവരാരും അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് ആ കാര്യം? കഥയിലേക്ക് പോയി തന്നെ നമുക്ക് ആ ഒരു കാര്യം കേട്ട് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ പോവില്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വർഷം 1915. കൊറിയയിലെ ജിരിസാൻ പ്രദേശം. അന്ന് അവിടെ തണുത്തുറഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഭക്ഷണമൊന്നും കിട്ടാത്തൊരു കാലാവസ്ഥ. ആ സമയത്ത് മൃഗത്തെ വേട്ടയാടാനായിട്ട് ഒരു വേട്ടക്കാരൻ ആ ഒരു മലഞ്ചെരുവിലൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് നേരം നടന്നിട്ടും ആ മനുഷ്യന് ഒന്നും കിട്ടുന്നില്ല. അവസാനം വിശന്ന് വലഞ്ഞ ആ ഒരു മനുഷ്യൻ നിലത്ത് നിന്നും ഐസ് വാരി കഴിക്കുക. വീണ്ടും ഒരു പ്രതീക്ഷയില്ലാതെ ആ മനുഷ്യൻ ആ മലഞ്ചെരുവിലൂടെ നടക്കുന്നുണ്ട്. കഠിനമായ തണുപ്പ് കാരണം സസ്യങ്ങളോ മൃഗങ്ങളോ ഒന്നും അവിടെ നല്ല രീതിയിൽ വളരുന്നില്ല. ഇതിനുശേഷം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇതേ വേട്ടക്കാരൻ തന്നെ. ഇയാളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹാൻഡർ മാൻഡൂക്ക്. അദ്ദേഹത്തിന്റെ കുഞ്ഞായിട്ടുള്ള സൂക്കിയോ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു മുയലിനെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തന്റെ മകന് എങ്ങനെ വേട്ടയാടണമെന്ന് ആ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്. വേട്ടയാടുന്നതിൽ അസാധ്യമായ കഴിവുള്ള ആളാണ് ഈ ഒരു മാൻഡൂക്ക്. അതുപോലെ തന്നെ തന്റെ കുടുംബത്തെയും മകനെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മാൻഡൂക്ക്. പിന്നീട് മകനെയും കൂട്ടി ആ ഒരു കാട് ഇറങ്ങുന്നുണ്ട് മാൻഡൂക്ക്. ആ നേരം മലമുകളിൽ നിന്നും താഴ്വാരത്തിലുള്ള ഇവരുടെ വീടിനെ കാണിച്ചു കൊടുക്കുകയാണ്. അത്രയും വലിയ ആ ഒരു ഹൈറ്റിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ സൂക്കിയോയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും ആ ഒരു തണുപ്പത്ത് നടന്ന് അവരുടെ ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. 1-2 ദിവസം വീണ്ടും കഴിഞ്ഞു പോവാണ്. തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. ആ ഒരു ഏരിയയിലെ എല്ലാ കുടുംബത്തിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം വേട്ടയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണം തയ്യാറാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാൻഡൂക്കിന് നന്നായിട്ട് അറിയാം ഈ കൊണ്ടുവന്ന ഭക്ഷണമല്ലാതെ ഈ വീട്ടിൽ മറ്റൊന്നുമില്ലാന്ന്. അതുകൊണ്ട് പറയാണ്, ഇത് തന്നാൽ നിങ്ങളൊക്കെ കൂടി എന്താ പുല്ല് തിന്നോ? അതുകൊണ്ട് മര്യാദക്ക് ആ ഭക്ഷണവുമായിട്ട് പോയിക്കോ. ഞാൻ ഇത്തവണ വേട്ടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നിരിക്കും. ഇതും പറഞ്ഞ് വാക്ക് കൊടുത്താണ് മാൻഡൂക്ക് നേരെ കാട്ടിലേക്ക് പോകുന്നത്. കാട്ടിൽ നിറയെ ഞാൻ പറഞ്ഞതുപോലെ മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് വന്ന സമയത്ത് മാൻഡൂക്കിന് ആ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. ഒരു കടുവയുടെ കാൽപ്പാട്, അതുപോലെ തന്നെ ചിതറി തെറിച്ചു കിടക്കുന്ന രക്തത്തിന്റെ തുള്ളികൾ കണ്ടപാട് തന്നെ ഉള്ളിൽ ചെറിയൊരു ഞെട്ടല് മാൻഡൂക്കിന് തോന്നുന്നുണ്ട്. കാരണം ആ കാൽപ്പാടുകൾ അത് ചെറിയൊരു കടുവയുടെ കാൽപ്പാടല്ല. അതിനോടൊപ്പം തന്നെ അവൻ ജാഗരൂപനാകുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാൻഡൂക്ക് അസാധ്യമായ വേട്ടയാടാൻ കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ആ കടുവയെ എങ്ങനെ ട്രേസ് ചെയ്യണമെന്ന് അവന് നന്നായിട്ട് അറിയാം. ചുറ്റും ഒന്ന് നോക്കുകയാണ്. ഒരു മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോകുന്ന എന്തോ ഒന്നിനെ അവൻ കാണുന്നുണ്ട്. എന്നാൽ വ്യക്തതയോട് കൂടിയിട്ട് അതിന്റെ ലൊക്കേഷൻ മനസ്സിലാവാനായിട്ട് കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മേലേക്ക് വെടിവെക്കുകയാണ്. ശക്തമായ ആ ഒരു ശബ്ദം ഉണ്ടാകുന്ന നേരത്ത് കടുവ എന്തായാലും ചെറുതായിട്ടൊന്ന് മൂവ് ആവുമല്ലോ. മരങ്ങൾക്കിടയിലോട് ആ ഒരു ചെറിയ നീക്കത്തെ പോലും മാൻഡൂക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. വീണ്ടും അതുപോലെ തന്നെ ചെയ്യാണ്. പെട്ടെന്ന് ആ ഒരു കടുവയുടെ കരച്ചിൽ കേട്ടു. നെഞ്ച് തന്നെ കിടുങ്ങി പോകുന്ന ഗർജനമായിരുന്നു അതിന്റെ ആ ഒരു ശബ്ദം. പിന്നീട് ഒരു മരത്തിന്റെ പിന്നിൽ പോയിട്ട് മാൻഡൂക്ക് വിളിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവനൊരു കാര്യം മനസ്സിലായി. ആ വേട്ടക്കാരൻ അവൻ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നരഭോജിയായിട്ടുള്ള ഈ കാട് വാഴുന്ന ആ വലിയ കടുവ. പെട്ടെന്ന് അവനൊന്നും നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണെടുക്കുകയാണ്. അവന് നേരെ പാഞ്ഞു വരുന്ന ആ ഒരു കടുവക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ജപ്പാൻ അന്ന് കൊറിയയിൽ വാഴുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊറിയയുടെ പല ഭാഗത്തായിട്ട് ജപ്പാൻ പട്ടാളക്കാരുടെ പട്ടാള ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ഓരോ ക്യാമ്പിനും ഓരോ തലവന്മാരും ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു ജാപ്പനീസ് ഗവർണറെ കാണിക്കുകയാണ്. അയാൾ എന്തോ വലിയ ആശയക്കുഴപ്പത്തിലാണ്. അതുപോലെ എന്തോ ചില ടെൻഷൻസും ഉണ്ട്. ചില ഡോക്യുമെന്റ്സ് ഒക്കെ അയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഒരു പട്ടാളക്കാരൻ ഒരു ഗിഫ്റ്റുമായിട്ട് ഗവർണറുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊരു പുലിയുടെ പുലിത്തോലായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ട് ഗവർണർക്ക് ഇത് അത്ര വലിയതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പൊ വന്നു നിൽക്കുന്ന ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ, ഓഫീസർ കിം, അദ്ദേഹം ജപ്പാൻ പട്ടാളത്തിന് കീഴിലാണ് ജോലി ചെയ്യുന്നെങ്കിലും ഒരു കൊറിയൻ വംശജനാണ്. അതായത് ജപ്പാൻകാർക്ക് കൂടുതൽ പട്ടാളക്കാരെ ആവശ്യമായതുകൊണ്ട് തന്നെ കുറെ കാര്യം അവരുടെ ആ ഒരു പട്ടാളത്തിലേക്ക് എടുത്തു. അങ്ങനെയുള്ള കൊറിയൻ വംശജനായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ് ഓഫീസർ കിം. കിമ്മും ഈ ഒരു ഗവർണറെ കാണാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ റിപ്പോർട്ടുകളെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ കിം എന്ന് ചോദിക്കുന്നുണ്ട്. കിമ്മും എല്ലാ വിവരവും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വിവരം എന്താണെന്ന് പറയാണ്. കിമ്മിന്റെ അധീനതയിലുള്ള ആ ഒരു കാട്ടുപ്രദേശം, അവിടേക്ക് പോയ ഒരു കൂട്ടം പട്ടാളക്കാരുടെ മൃതദേഹം വളരെ ക്രൂരമായ രീതിയിൽ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അത് തന്നെ നരഭോജിയായിട്ടുള്ള ഒരു രാക്ഷസ
രാക്ഷസ കടുവ ആ കാട്ടിൽ വിഹരിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ജപ്പാൻ പട്ടാളക്കാരെ ആ ഒരു കടുവ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കടുവയെ പിടിക്കാനുള്ള ദൗത്യം നിനക്കാണ്. എന്തുകൊണ്ട് നീ അതിൽ ഉഴപ്പ് കാണിക്കുന്നു? ഇനി എങ്ങാനും ആ ഒരു ഉഴപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ നീ ആദ്യം ഒരു കാര്യം ആലോചിക്കണം. നീ ഒരു ജപ്പാൻകാരനല്ല, കൊറിയക്കാരനാണ്. മിക്കവാറും നിന്റെ ജോലി പോവും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ശിക്ഷയും കിട്ടിയേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കടുവയെ പിടിച്ചിരിക്കണം. ഇതേ നേരത്ത് തന്നെ ഓഫീസർ കിം പറയണ, സാറേ എന്ത് തന്നെയായാലും ശരി, ഞാൻ നേരിട്ട് എല്ലാ കാര്യം നോക്കി നടത്തിക്കോളാം. ആ ഒരു കടുവയെ ഞാൻ പിടിച്ചോളാം. പിന്നീട് ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഏത് കാട്ടിൽ വെച്ചാണോ ജപ്പാൻ പട്ടാളക്കാർ അതിക്രൂരമായിട്ട് മരണപ്പെട്ടത് അതേ കാട്ടിലേക്ക് ഒരു കൂട്ടം വേട്ടക്കാർ പോകുന്നുണ്ട്. ആ വേട്ടക്കാരുടെ തലവനാണ് ഹണ്ടർ ഹാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ചിൽഗോ. ഇവരും കൂടെയുണ്ട്. അങ്ങനെ ഈ വേട്ടക്കാരെല്ലാവരും കാട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച എന്താണ്? ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ശരീരമെല്ലാം തുണ്ടം തുണ്ടമായി കിടക്കുന്ന രീതിയിൽ ഒരുപാട് പട്ടാളക്കാർ. അതിനോടൊപ്പം തന്നെ ഹണ്ടർ ഹാൻ അയാൾ നോക്കുമ്പോൾ അവിടെ ഒരുപാടധികം കടുവയുടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതിലൊരെണ്ണം നല്ല വലുപ്പമുള്ളതാണ്. അതിന്റെ ആ ഒരു കാൽപ്പാട് കണ്ടാൽ അറിയാം 100-400 കിലോ ഉള്ള വലിയൊരു കടുവയാണത്. അതോടൊപ്പം തന്നെ ചെറിയ കാൽപ്പാടുകളും കണ്ടല്ലോ. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി. ആ കടുവയുടെ ഭാര്യയായിട്ടുള്ള മീൻസ് ഒരു പെൺകടുവയും അതിന്റെ ആ ഒരു കുഞ്ഞുങ്ങളും ഇവിടെ തന്നെയുണ്ട്. തൊട്ടടുത്ത് വെച്ച് തന്നെ ഈ അരുവി ഒഴുകുന്ന ആ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഈ കടുവകൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പോകുന്ന ഒരു പാതയാണിത്. അപ്പൊ ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവറ്റകളെ പിടിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ജാപ്പനീസ് ഗവർണർ ഇയാളുടെ കയ്യിൽ നിന്ന് നല്ല ചീത്തയും കേട്ട് ഈ ഫോറസ്റ്റിന് അടുത്തുള്ള ആ ഒരു ബേസിലേക്ക് വന്ന ഓഫീസർ കിമ്മിനെ കാണിക്കുകയാണ്. വന്ന പാടിനെ കിം ചോദിക്കുന്നുണ്ട്, എന്തായി ഹണ്ടർ ഹാൻ? അവൻ കാട്ടിലേക്ക് പോയിട്ട് വല്ല വിവരം കിട്ടിയോ ചോദിക്കുമ്പോൾ എവിടെ, യാതൊരു വിവരമില്ല എന്ന് പറയണം. ഇപ്പൊ ഓഫീസർ കിം പറയണേ, ഇവരെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ അവനെ തന്നെ വിളിക്കുന്നു പറയാണ്. അതായത് നമ്മുടെ കഥാനായകനായിട്ടുള്ള മാൻഡൂക്ക്. അങ്ങനെ പട്ടാളക്കാർ പോയിട്ട് ഈ മിലിറ്ററി ബേസിലേക്ക് മാൻഡൂക്കിനെ കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ പലതവണ മാൻഡൂക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് വെച്ചാൽ അവൻ നല്ലൊരു പ്രഗത്ഭനായിട്ടുള്ള കഴിവുള്ള വേട്ടക്കാരനാണ്. അപ്പൊ അവനോട് ആ ഒരു വലിയ കടുവയെ പിടിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മാൻഡൂക്ക് പറയാണ്, സാറേ ഞാൻ വേട്ടയ്ക്ക് നിർത്തിയിട്ടുണ്ട്. എത്രയോ വർഷമായിട്ട് ഞാൻ വേട്ടയ്ക്ക് ഇറങ്ങാറില്ല. ഇത് തന്നെയല്ലേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ ഓഫീസർ കിം പറയണേ, എടോ നീയും നിന്റെ മകനും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വലിയൊരു തുക തന്നെ ആ ഒരു കടുവയെ പിടിച്ചാൽ കിട്ടും. പിന്നെ എന്തിനാ ഇതിനെ വേണ്ടാന്ന് വെക്കുന്നത്? ആ നേരത്ത് കിമ്മിനെ നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു മാൻഡൂക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ നിങ്ങളും ഒരു കൊറിയക്കാരനാണ്. ആ കടുവയെ നമ്മൾ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ മറക്കരുത് കേട്ടാ. എന്നാൽ ഓഫീസർ കിമ്മിനോട് നീയും ഒരു കൊറിയക്കാരനാണെന്ന് പറഞ്ഞപ്പോ അവൻ എന്തോ വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ്. പിന്നീട് മാൻഡൂക്കിനെ ഇവര് പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു ക്യാമ്പിന്റെ പുറത്തായിട്ട് മാൻഡൂക്കിന്റെ മകനായിട്ടുള്ള സൂക്കിയോ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തായി അച്ഛ അവര് വല്ലതും തന്നോന്ന് ചോദിക്കാണ്. എവിടെ, ഞാനൊന്നിനും സമ്മതിച്ചില്ല എന്ന് പറയണം. ഇതേ നേരം തന്നെ സൂക്കിയോ പറയാണ്, എന്റെ പൊന്നച്ഛ ആ ഒരു കടുവയെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊടുത്താൽ നല്ലൊരു കാശ് നമ്മുടെ കയ്യിൽ വരില്ലേ. എപ്പോഴും ദൈവമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊല്ലാതെ ഇങ്ങനെ വെറുതെ നടന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ ദേഷ്യം വന്ന മാൻഡൂക്ക് അവന്റെ കയ്യിലെ വടി മേടിച്ച് അവനെ തന്നെ തല്ലാൻ നോക്കുകയാണ്. വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടാ. അതൊരു പാവം ജീവിയല്ലേ, അത് ജീവിച്ച് പൊയ്ക്കോട്ടെ എന്നാണ് മാൻഡൂക്ക് മകനായിട്ടുള്ള സൂക്കിയോട് പറയുന്നത്. ഇതേ നേരം തന്നെ കാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു കൂട്ടം വേട്ടക്കാർ കാട്ടിലേക്ക് പോയിട്ട് ആ കടുവയെ പിടിക്കാനായിട്ട് ഒരു ട്രാപ്പ് വെച്ചായിരുന്നല്ലോ. അവർ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു കെണിയിൽ 3 കടുവകൾ വന്ന് ചാടിയിട്ടുണ്ട്. ഒന്ന് ആ ഒരു പെൺകടുവ, അതുപോലെ തന്നെ അതിന്റെ 2 കുഞ്ഞുങ്ങൾ. ആ ഒരു ട്രാപ്പിൽ പെട്ടതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ 2 ചത്തുപോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ആ ഒരു പെൺകടുവയാണ്. അതിനിപ്പോഴും ഒരു ഇച്ചിരി ജീവൻ ബാക്കിയുണ്ട്. പിന്നീട് വേട്ടക്കാരുടെ അരികിലേക്ക് ഈ ഒരു പെൺകടുവ ചാടി വരുന്ന സമയത്ത് ആ കൂട്ടത്തിലെ ഹണ്ടർ ഹാൻ മുഖം തന്നെ ആകെക്കൂടി ഒരു മാന്തി പറിച്ച അവസ്ഥയിലുള്ള ആ ഒരു വേട്ടക്കാരൻ ഈ കടുവയെ ഒറ്റ വെട്ടിക്ക് കൊന്നുകളയാണ്. അങ്ങനെ ചത്തുപോയ ആ ഒരു കടുവയും തൂക്കിക്കൊണ്ട് അവർ ആ ഒരു കാട് വിട്ടിറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ കാട് കുലുക്കിക്കൊണ്ട് എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ തന്നെ ഈ കാട് ഇപ്പോ വാണുകൊണ്ടിരിക്കുന്ന ആ കടുവ അതിന്റെ പെണ്ണിനെയും 2 കുഞ്ഞുങ്ങളെയാണ് ഈ വന്ന വേട്ടക്കാര് കൊന്നിരിക്കുന്നത്. അതിന്റെ ആ ഒരു ദേഷ്യം പകയില്ലാതിരിക്കുവോ? സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ആ ഒരു കടുവ ഒരു അലർച്ച അലറുന്നുണ്ട്. ആ അലർച്ച കൊണ്ട് ആ കാട് തന്നെ കിടുങ്ങിപ്പോവാണ്. പക്ഷികളെല്ലാം 4 ഭാഗത്തേക്ക് ആ ശബ്ദം കേട്ട് പാറിപ്പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ മറ്റൊരു ഭാഗത്ത് കാട്ടിലേക്ക് കയറുന്നതിന് മുന്നേ മാൻഡൂക്ക് കാട്ടിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിട്ട് മകനെയും കൂട്ടി നേരെ കാട് കയറുകയാണ്. കാട്ടിൽ പോയിട്ട് കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ പറിച്ച് നാട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയാണ് ഇവരിപ്പോ ജീവിക്കുന്നത്. അതുപോലെ തന്നെ മാൻഡൂക്കിന്റെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ചെടിയെല്ലാം പറിക്കാൻ പോകുന്ന സമയത്ത് മകനായിട്ടുള്ള സൂക്കിയോ പറയാണ്, അച്ഛാ ഇത്രയും കഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ ഈ ഒരു ജോലി ചെയ്യുന്നത്. ഇതിന് പകരം വല്ല മൃഗത്തെയും വേട്ടയാടി കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ നല്ല കാശ് കിട്ടില്ലേ, നമ്മൾ അത് ചെയ്താൽ പോരെ. എന്നാൽ മാൻഡൂക്ക് വേട്ടയാടുക എന്നുള്ള ആ ഒരു പ്രൊഫഷൻ തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ അച്ഛൻ പിന്നീട് മകനോട് പറയുന്നുണ്ട്, മോനെ ആ ജീവികൾ എന്തിനാ വെറുതെ നമ്മൾ കൊല്ലുന്നത്, മിണ്ടാപ്രാണികളല്ലേ, അവറ്റകളൊന്നും കൊല്ലാൻ പാടില്ല എന്നിങ്ങനെ ഉപദേശിച്ചുകൊണ്ട് അവനെയും കൂട്ടി നേരെ കാട്ടിലേക്ക് പോകണം. എന്നാലുണ്ടല്ലോ സൂക്കിയോ അവനിതൊന്നും തീരെ ഇഷ്ടമാവുന്നില്ല. അച്ഛനായതുകൊണ്ട് മാത്രം അച്ഛന്റെ വാക്കും കേട്ട് ആ ഒരു കാട്ടിലേക്ക് അച്ഛന്റെ കൂടെ പോവാണ്. ഇതേ സമയത്ത് തന്നെ വേട്ടക്കാര് പോയിട്ട് ഒരു കടുവയെ പിടിച്ചില്ലേ, ആ കടുവയെ മിലിറ്ററി ബേസിലേക്ക് കൊണ്ടുവന്ന് അതിനവിടെ ഇട്ട് ഫോട്ടോയിൽ എടുക്കുന്നുണ്ട്. എന്തോ വലിയൊരു കാര്യം നേടിയതുപോലെയായിരുന്നു അവർ ആ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഓഫീസർ കിം, അതായത് നേരത്തെ ആ ഒരു ഗവർണറുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് ചീത്ത കേട്ട ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അയാളെ കാണിക്കുകയാണ്. ഓഫീസർ കിം ഇപ്പൊ ഹണ്ടർ
ഹാനെ വിളിച്ചിട്ട് പറയാണ്, നീ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പെൺകടുവയെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിനക്കൊന്നും ആ കടുവയെ, അതായത് ആ ആൺകടുവയെ കൊല്ലാനുള്ള ധൈര്യമില്ലേ, സ്കില്ലില്ലേ? പിന്നെ എന്തിനാണോ ഈ ഒരു പരിപാടിക്ക് വരുന്നത്? അടുത്ത തവണ പോയിട്ട് അതിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് വരാൻ നിൽക്കരുത്. ഇത് കേട്ട സമയത്ത് ഹണ്ടർ ഹാൻ ഉണ്ടല്ലോ, അവനത് ഭയങ്കരമായിട്ട് നാണക്കേട് തോന്നുകയാണ്. അതിന് പുറമെ ആ കടുവയോട് എന്തോ ഒരു വല്ലാത്ത പക ഈ ഹാനുണ്ട്. ഇതിനുശേഷം ആ നാട്ടിലെ വൈദ്യരുടെ അടുത്തേക്ക് മാൻഡൂക്ക് അദ്ദേഹത്തിന്റെ മകനുമായിട്ട് പോയിട്ടുണ്ട്. കാരണം സൂക്കിയോ അവന് നന്നായിട്ട് പനിക്കുന്നുണ്ട്. ആ സമയത്ത് വൈദ്യര് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് പെൺകടുവയെ അവർ കൊന്നുകളഞ്ഞു, 2 കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു, ഇനി അവൻ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ കൊലവെറിയിൽ നടക്കായിരിക്കും ആ ഒരു കടുവ. കാട്ടിലേക്ക് ആര് പോയാലും കൊന്ന് കൊല വിളിക്കാതെ അവൻ തിരിച്ചുവിടില്ല. ചിലപ്പോൾ അധികം വൈകാതെ ഈ പട്ടാളക്കാരൊക്കെ പോയിട്ട് അവനെ കൊന്നുകളയായിരിക്കും. പക്ഷേ മാൻഡുക്ക്, ആ ഒരു കടുവ മരിക്കേണ്ടത് നിന്നെ പോലെയുള്ള ധീരന്മാരുടെ കൈകൊണ്ടാണ്, അല്ലാതെ അവന്മാരെ പോലെയുള്ള പേടിത്തൊണ്ടന്മാരുടെ കൈകൊണ്ട് മരിച്ചാൽ അതിന്റെ ആ ഒരു മരണത്തിന് യാതൊരു വിലയില്ലാത്തതുപോലെയാവും. ഇത് കേട്ടപ്പോൾ മാൻഡുക്ക് കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് വൈദ്യരോട്, മരുന്നതാ, ഞാൻ പോട്ടെ, മോൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇത് പറഞ്ഞ് നേരെ മരുന്നുമായിട്ട് മാൻഡുക്ക് വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്തിന്റെ മകനായിട്ടുള്ള സൂക്കിയോ ഉണ്ടല്ലോ, ഒരു പെണ്ണുമായിട്ട് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ ഒരു പെണ്ണല്ല, ചെറുപ്പകാലത്തിലെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ച ആൾക്കാരാണ്. വലുതായിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടാണ് വിവാഹം കഴിപ്പിക്കുക. എന്നാൽ ഈ പെൺകുട്ടി ഇപ്പോൾ വന്നിട്ട് പറയാണ്, എടോ എന്റെ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല, കാരണം നീ ഇപ്പോഴും അച്ഛന്റെ പിന്നാലെ നടക്കുകയല്ലേ, ഇതുവരെയായിട്ടും 10 കാശ് നീ സമ്പാദിച്ചിട്ടില്ല. അതായത് കാശില്ലാത്ത നിന്റെ കൂടെ എന്നെ വിട്ടുകഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നാ എന്റെ അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ചെക്കനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇത് കേട്ടപ്പോൾ സൂക്കിയോ ആകെ സങ്കടത്തിലാവാണ്. അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, ഉറപ്പായിട്ട് ഞാൻ നല്ലൊരു ജോലി കണ്ടുപിടിക്കും, ഞാൻ നന്നായിട്ട് പണം സമ്പാദിച്ച് നിന്നെ വന്ന് ഞാൻ ചോദിക്കും, നോക്കിക്കോ. അച്ഛന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല എന്ന് സിയൂക്കോ ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ മറ്റെന്തെങ്കിലും ഒരു പരിപാടി നോക്കണം. ഇതേ നേരം തന്നെ ഈ നാട്ടിലേക്ക് ജാപ്പനീസ് ഗവർണർ വന്നിട്ടുണ്ട്. ഇയാൾ വന്നിറങ്ങിയ പാടിന് നേരെ ഓഫീസർ കിമ്മിന്റെ ആ ക്യാമ്പിലേക്ക് എത്തി ഓഫീസർ കിമ്മിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് ആ ഒരു കടുവയെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞു? എന്നാൽ തലയും താഴ്ത്തി ഓഫീസർ കിം ഒരു കാര്യം പറയുന്നുണ്ട്, ആ കടുവയെ പിടിക്കാൻ പറ്റിയില്ല, അതിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ എന്തേ കളിക്കുന്നത്? ഇത്രയും കാലമായിട്ട് ഒരു കടുവയെ കൊല്ലാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്തൊരു തോൽവിയാണത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആ കടുവയ്ക്ക് എത്രത്തോളം ഭാരം വരുമെന്ന് ഈ ഗവർണർ ചോദിച്ചപ്പോൾ ഓഫീസർ കിം പറയാണ്, ഏകദേശം 400 കിലോയ്ക്ക് മുകളിൽ അതിന്റെ ആ ഒരു ഭാരം വരുന്നു. ഇത് കേട്ടപാട് തന്നെ ഈ ഗവർണർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. 400 കിലോയോ? അതിനർത്ഥം അതൊരു ഭീകരനാണെന്നാണല്ലോ. മാത്രല്ല മറ്റൊരു കാര്യം കൂടെ ഓഫീസർ കിം പറയുന്നുണ്ട്, ഈ കടുവ ജനിച്ചപ്പോഴേ അതിനൊരു കണ്ണില്ല, ഒരേ ഒരു കണ്ണ്. ആ കണ്ണ് വെച്ചാണ് ഈ കടുവ അതിന്റെ ആ ഒരു നരനായാട്ട് മുഴുവൻ നടത്തുന്നത്. ഇതിനുശേഷം കാട്ടിൽ വേട്ടയ്ക്ക് പോയ ഹണ്ടർ ഹാനെയും അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ചിൽഗോ ഇവരെല്ലാവരും കാണിക്കുകയാണ്. അതായത് എപ്പോഴത്തെയും പോലെ തന്നെ കടുവയുടെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിന് പകരം ഈ കടുവയെ ഇവര് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇവരൊരു ട്രിക്ക് ചെയ്യാണ്. അതായത് ചത്തുപോയി അതിന്റെ ആ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനൊരു സ്ഥലത്ത് വെച്ച് അവിടെ ഇവരൊരു കെണി ഒപ്പിച്ചു വെക്കുകയാണ്. എന്തായാലും കുഞ്ഞിനെ തേടി ആ ഒരു കടുവ വരുമല്ലോ, ആ സമയത്ത് അതിനെ പൂട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവരറിയാത്തൊരു കാര്യമുണ്ട്, ഇവരറിയാതെ ഇവരുടെ പിന്നാലെ എന്താണോ ഇവര് ചെയ്യുന്നത് അത് നോക്കിക്കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കടുവ, കാട്ടിലെ രാജാവ്, ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. ഓരോ നിമിഷവും ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അവൻ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയായ സമയത്ത് നമ്മുടെ മാൻഡൂക്കിനെ കാണിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ സൂക്കിയോ ഉണ്ട്. അപ്പൊ സൂക്കിയോ ഒരു കാര്യം ചോദിക്കുകയാണ്, അച്ഛാ ആ കടുവ പോകുന്ന വഴി, അത് താമസിക്കുന്ന ആ ഒരു മട, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാലോ, നമുക്ക് പോയിട്ട് ആ ഒരു കടുവയെ പിടിച്ചൂടെ? നാട്ടുകാരെല്ലാവരും പറയുന്നത് അതിന് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലിയ കാശ് കിട്ടുന്ന, പിന്നെ എന്തിനാ അപ്പ വെറുതെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്നാൽ ഇത് കേട്ട സമയത്ത് മാൻഡോക്ക് വല്ലാത്തൊരു ദേഷ്യത്തില് സൂക്കിയോവിനെ നോക്കുകയാണ്. അതായത് അവന്റെ ഉള്ളിൽ പണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അത് വല്ലാണ്ട് കൂടി വരികയാണ്. അച്ഛൻ നല്ല ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവൻ നൈസായിട്ട് അവിടുന്ന് പോവുകയാണ്. ഇതിനുശേഷം വീണ്ടും കാട്ടിൽ കാണിക്കുകയാണ്. രാത്രിയായപ്പോൾ അവിടെ ഒരു ഇച്ചിരി തീയെല്ലാം കൂട്ടിയിട്ട് വേട്ടക്കാര് മുഴുവൻ അന്ന് രാത്രി ആ ഒരു കാട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇതേ നേരത്ത് ചിൽഗോ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ മുഴുവനായിട്ട് പരിശോധിക്കുന്നുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു തീ കൂട്ടിയിട്ടില്ലേ അതിന്റെ ചുറ്റും വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ഹണ്ടർ ഹാൻ ആണെങ്കിൽ ഈ തീയുടെ അടുത്തേക്ക് വന്നിരിക്കാതെ എന്തോ വലിയ ആലോചനയിലാണ്. ഇത് കണ്ട സമയത്ത് ചിൽഗോ ചോദിക്കുകയാണ്, എടാ നിനക്കെന്താ പ്രാന്താണോ? ഭയങ്കര തണുപ്പാണ്, മരവിച്ച് ചത്തോ, മര്യാദക്ക് ഈ തീയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു പറയാണ്. എന്നാൽ അപ്പോഴും ഇയാൾ എന്തോ വലിയ ചിന്തയിലാണ് കേട്ടോ. അതായത് ആ ഒരു കടുവയുണ്ടല്ലോ, അതിനോട് ഹണ്ടർ ഹാന് വല്ലാത്തൊരു പകയുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ ഓടിച്ചെന്ന് നോക്കുന്നുണ്ട്. അതായത് ഇവർ വെച്ച ആ ഒരു കെണിയുണ്ടല്ലോ, ആ കെണിയിൽ ആ രാത്രിയിൽ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് കടുവയായിരുന്നില്ല, പകരം ഒരു ചെന്നായി ആയിരുന്നു. അത് അവിടെ കിടന്ന് അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രല്ല കെണിക്കായിട്ട് ഇവർ വെച്ച ആ ഒരു ചത്ത കടുവയുടെ കുഞ്ഞുണ്ടല്ലോ, അതിനെ കാണാനില്ല. അതിനർത്ഥം വളരെ ബുദ്ധിപൂർവ്വം ആ ഒരു കടുവ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതിന്റെ കുഞ്ഞിന്റെ ആ ഒരു ജഡവുമായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതിനുശേഷം ആ ഒരു കടുവയെ കാണിക്കുകയാണ്. ചത്തുപോയ ആ ഒരു കുഞ്ഞിനെ തന്റെ അരികിൽ കെടുത്തിക്കൊണ്ട് ആ ഒരു കടുവയുണ്ടല്ലോ ദയനീയമായിട്ട് കരയാണ്. ശരിക്കും ഈ ഒരു കടുവ ഇവന്റെ അവസ്ഥ കേട്ടാൽ ശരിക്കും കരച്ചില് വന്നു പോകും. അത് അവസാനം നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അവന്റെ ഈ ഒരു ജീവിതകാലയളവുണ്ടല്ലോ, ആ സമയം കൊണ്ട് അവന്റെ ലൈഫിൽ അവൻ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവസാനം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതേ നേരം തന്നെ ഈ ഹണ്ടർ ഹാന് പറയാണ്,
ആ കടുവ അതിന്റെ ആ ഒരു കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്ത് എവിടെയോ അതിന്റെ ആ ഒരു മടയുണ്ട്. അല്ല ചിൽഗോ, നിനക്കറിയില്ലേ നമ്മുടെ മാൻഡൂക്ക് അവന്റെ വീട് ഈ പരിസരത്ത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിൽഗോ പറയാണ് എന്തിനാണ് അവന്റെ അടുത്തേക്കൊന്നും പോണ്ട, പണ്ടത്തെ പോലെ അവനിപ്പോ വേട്ടയാടാനും പോവാറില്ല. എന്നാൽ ഹണ്ടർ ഹാന് പറയാണ് ആ കടുവയുടെ മട അത് എവിടെയാണെന്ന് മാൻഡൂക്കിന് നന്നായിട്ട് അറിയാം. എന്നാൽ വീണ്ടും ചിൽഗോ പറയാണ് നീ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട, ആ മനുഷ്യന് ആകെ ഇപ്പൊ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ, അവന്റെ ഭാര്യ മരണപ്പെട്ടിരിക്കുകയാണ്, വെറുതെ അനാവശ്യമായിട്ട് അവനെ ബുദ്ധിമുട്ടിക്കാൻ പോണ്ട. അതായത് ഇവരുടെ ഈ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ ചിൽഗോ ആളൊരു നല്ല മനുഷ്യനായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഹണ്ടർ ഹാൻ ഉണ്ടല്ലോ അവന്റെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വേട്ടക്കാരനാണ്. ഹണ്ടർ ഹാന് ആ ഒരു കടുവയോട് പകയുള്ളതുപോലെ തന്നെ മാൻഡൂക്ക് അവന് ഒരു വല്ലാത്ത പക ആ ഒരു കടുവയോടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ അവൻ വരും. അങ്ങനെ ആ രാത്രിയിൽ തന്നെ ഇവര് നേരെ മാൻഡൂക്കിന്റെ വീട്ടിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവിടെ എത്തി. ഹണ്ടർ ഹാനും അതുപോലെ തന്നെ ചിൽഗോ ഇവര് രണ്ടുപേരും കൂടെ മാൻഡൂക്കിനോട് സംസാരിക്കാൻ പോയപ്പോൾ പുറത്താണ് ഇപ്പൊ സൂക്കിയോ ഉള്ളത്. സൂക്കിയോ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള വേട്ടക്കാരോട് സംസാരിക്കുകയാണ്. അവർ ഇന്നലെ പിടിച്ച ആ ഒരു ചെന്നായിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ചെന്നായി കൊണ്ടുപോയി കൊടുത്താൽ എത്ര കാശ് കിട്ടുമെന്ന് സൂക്കിയോ ചോദിക്കുമ്പോൾ ഇതിന് കാശെല്ലാം കിട്ടും, എന്നാലുണ്ടല്ലോ ഒരു കടുവയെ പിടിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള 10-15 ചെന്നായെ പിടിച്ചതുപോലെയാണ്, അത്രയും കാശ് കിട്ടുന്ന പറയാണ്. ആണോ? കാശിന്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല, ആ സൂക്കിയോന് വല്ലാത്തൊരു ആവേശവും സന്തോഷമൊക്കെ തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വലിയ കടുവയില്ലേ അവന് പിടിച്ചു കഴിഞ്ഞാൽ എത്ര കാശ് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള വേട്ടക്കാർ പറയാണ് എടാ ഇവിടെ നിന്നും പട്ടണത്തിലേക്ക് പോയിട്ട് അവിടെ വലിയൊരു വീട് മേടിക്കാനുള്ള അത്രയും കാശ് കിട്ടുന്ന പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ അവന്റെ ആ ഒരു കണ്ണ് മഞ്ഞളിച്ചു പോകുന്നുണ്ട്. എന്റെ അമ്മേ, അത്രയും കാശ് കിട്ടുവോ? ഇതേ സമയത്ത് തന്നെ വീട്ടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഹണ്ടർ ഹാൻ ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാൻഡൂക്കിനെ കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും മാൻഡൂക്ക് പറയുന്നത് എനിക്ക് താല്പര്യമില്ല, ഞാൻ വേട്ടയെല്ലാം നിർത്തിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട്, ഇനിയും എന്നെ അതിലേക്ക് വിളിക്കേണ്ട. അങ്ങനെ നിരാശനായ ഹണ്ടർ ഹാൻ അവിടെ നിന്ന് തിരിച്ചു പോകണം. ഇതേ നേരം തന്നെ പുറത്ത് മാൻഡൂക്കിന്റെ മകനായിട്ടുള്ള സൂക്കിയോ ഉണ്ട്. അപ്പൊ അവനോട് നിനക്ക് എത്ര വയസ്സായിട്ടാ ചെക്കാൻ ചോദിക്കുമ്പോൾ 16 വയസ്സായി എന്ന് പറയണം. നീ നിന്റെ അച്ഛന്റെ കീഴിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരുമാതിരി ഒരു മറ്റേ വർത്താനം പറഞ്ഞിട്ട് ഹണ്ടർ ഹാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ എന്തുകൊണ്ടാണ് മാൻഡൂക്ക് ഈ വേട്ട നിർത്തിയത്? അതിനൊരു വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. കുറച്ചു വർഷം പിന്നിലേക്ക് പോകാം. അന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ വേട്ടക്കാരുടെ ഗ്രൂപ്പായിരുന്നു നമ്മുടെ മാൻഡൂക്കിന്റെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ തന്നെയുള്ള ആളായിരുന്നു ചിൽഗോ, ഹണ്ടർ ഹാന്, പിന്നെ വേറെയും കുറെ അധികം വേട്ടക്കാര്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ വീടുകളുണ്ടല്ലോ ഇതിന്റെ തൊട്ടടുത്ത് വെച്ച് തന്നെ എന്തോ വലിയ ശബ്ദം കേട്ട് അതൊരു കടുവയാണെന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും ആ ഒരു കാട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ തോക്കുമായിട്ട് ഇവർ ആ ഒരു കാട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആൾക്കാർ അതിക്രൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. ആ കൂട്ടത്തിൽ മുഖമെല്ലാം കേറിയ അവസ്ഥയിൽ ഹണ്ടർ ഹാനും ഉണ്ടായിരുന്നു. ആ കടുവയെ പിടിക്കാൻ വേണ്ടി ഹണ്ടർ ഹാൻ പോയതായിരുന്നു. എന്നാൽ അതിൽ ഇവര് തോറ്റുപോയി. അതോടൊപ്പം തന്നെ ഹണ്ടർ ഹാൻ അവന്റെ അനിയനെ ആ ഒരു കടുവ കൊന്നിട്ടിരിക്കുകയാണ്. അത് അധിക ദൂരമൊന്നും പോയിട്ടില്ല, ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ മാൻഡോക്ക് തോക്കും തയ്യാറാക്കി നേരെ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് ആ ഒരു മുളങ്കൂട്ടുണ്ടല്ലോ അതിനിടയിൽ വെച്ച് എന്തോ ശബ്ദം കേട്ട സമയത്ത് വളരെ ഷാർപ്പായിട്ട് തന്നെ ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് മാൻഡോക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു കടുവ ചത്തില്ല, പകരം മറ്റെന്തിനോ ആ ഒരു വെടി കൊണ്ടിട്ടുണ്ട്. കടുവയാണെങ്കിൽ പിൻഭാഗത്തുണ്ടായിരുന്നു. മാൻഡോക്കിന് ആ ഒരു കടുവ നോക്കുകയാണ്. എന്നാൽ അവനെ ഒന്നും ചെയ്യാതെ ആ കടുവ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ വെടിയേറ്റത് ആർക്കാണ്? മാൻഡോക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. വെടിയേറ്റ് അവിടെ മരണപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുകയാണ്. കാട്ടിൽ വിറക് കൊത്താൻ വന്ന അദ്ദേഹത്തിന്റെ ഭാര്യക്കാണ് ആ ഒരു വെടിയേറ്റത്. അവിടെ വെച്ച് ആ ഒരു മനുഷ്യൻ തകർന്നു പോയി എന്ന് പറയാലോ. അതിനുശേഷമാണ് മാൻഡോക്ക് അദ്ദേഹം വേട്ടയാടൽ അത് തന്നെ നിർത്തിക്കളഞ്ഞത്. പിന്നീട് ഒരിക്കലും അദ്ദേഹം ആ ഒരു ഗണ്ണ് കൈകൊണ്ട് തൊട്ടിട്ടില്ല. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. വീണ്ടും പ്രസന്റ് കാണിക്കുകയാണ്. മാൻഡോക്ക് മകനായിട്ടുള്ള സൂക്കിയോ രണ്ടുപേരും കൂടിയിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ മലയിലേക്ക് മരുന്ന് പറിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മാൻഡോക്ക് വല്ലാണ്ട് അവശനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ മകനായിട്ടുള്ള സൂക്കിയോ പറയാണ്, അച്ഛന് വീട്ടിലിരുന്നാ പോരെ, ഞാൻ ജോലിക്ക് പോയിക്കോളാം, എനിക്കും പണ്ട് അച്ഛൻ എങ്ങനെയായിരുന്നു അതുപോലൊരു വേട്ടക്കാരനാവണം, മൃഗങ്ങളെ വേട്ടയാടിയിട്ട് ആ കാശുമായിട്ട് അച്ഛനെ ഞാൻ നോക്കിക്കോളാന്ന്. വേണ്ട മോനെ, നീ ഒരിക്കലും ഒരു വേട്ടക്കാരനാവണ്ട, അത് അത്ര നല്ല കാര്യമല്ല. ഇല്ല അച്ഛാ, എനിക്ക് വേട്ടക്കാരനായേ മതിയാവുള്ളൂ, എനിക്ക് ആ ഒരു വലിയ കടുവയെ പിടിക്കണം, കൈ നിറയെ കാശ് സമ്പാദിക്കണം, എന്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ജീവിക്കണം. അവന്റെ ഈ ഒരു പറച്ചില് കേട്ടപ്പോൾ ദേഷ്യം വന്ന് മാൻഡോക്ക് മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. നിനക്ക് എന്താടാ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നാൽ അടി കൊണ്ടതിന് ശേഷം സൂക്കിയുടെ സ്വഭാവം ആകെ മാറുകയാണ്. അവനും ദേഷ്യം വരികയാണ്. എനിക്കറിയാം അച്ഛൻ എന്തുകൊണ്ടാണ് വേട്ട നിർത്തിയെന്ന്. അച്ഛന്റെ കൈ കൊണ്ടല്ലേ അമ്മ മരിച്ചത്, അതോടെയല്ലേ അച്ഛൻ വേട്ട നിർത്തിയത്. പക്ഷെ നോക്കിക്കോ, ഞാനൊരു വേട്ടക്കാരനാവും, എനിക്കും സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നാൽ മകന്റെ ഈ രീതിയിലുള്ള സംസാരം കേട്ടപ്പോൾ മാൻഡോക്ക് ഒന്ന് ഷോക്കായി പോവാണ് കേട്ടോ. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ അങ്ങോട്ട് തളർന്ന് ഇരുന്നു പോവാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മകന് ഈ രീതിയിൽ മാറ്റം വന്നതെന്ന് മാൻഡോക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് മാൻഡോക്ക് സംസാരിക്കുകയാണ്. നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു വെച്ചതല്ലേ അവർ രണ്ടും വിവാഹം കഴിക്കാനുള്ളതാണെന്ന്, നമുക്ക് ആ ഒരു വിവാഹം നടത്തി കൊടുത്തിയാലോ എന്ന് ആ ഒരു പെൺകുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത്, ചേട്ടാ മാൻഡോക്ക്, എനിക്ക് നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്, ബഹുമാനാണ്, പക്ഷേ നിങ്ങൾ തന്നെ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മകൻ സൂക്കിയോ, അവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ അത്ര നന്നായി സമ്പാദിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ മകളെ അങ്ങോട്ടേക്ക് അയച്ചാൽ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു പോകില്ലേ. അതുകൊണ്ട് ഓൾറെഡി ഞാൻ അവൾക്ക് വേണ്ടി മറ്റൊരു
ചെറുക്കനെ നോക്കിയിട്ടുണ്ട്. ഓ അങ്ങനെയാണോ, എന്നാ ശരി കേട്ടോ. അവരോട് വളരെ മാന്യമായിട്ട് യാത്ര പറഞ്ഞ് മാൻഡൂക്ക് അവിടുന്ന് പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ സൂക്യോ ഇവൻ നേരെ ചെന്ന് കയറി കൊടുത്തത് ഹണ്ടർ ഹാന്റെ അടുത്തേക്കാണ്. ഹണ്ടർ ഹാൻ അപ്പൊ തന്നെ സൂക്യോ അവനെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് ഓഫീസർ കിമ്മിന്റെ അടുത്തേക്കാണ്. മാൻഡൂക്കിന്റെ മകനാണിത്. അതുപോലെ തന്നെ ഇവൻ അവന്റെ അച്ഛന്റെ കൂടെ ഒരുപാട് തവണ ആ ഒരു കാട്ടിലേക്ക് മരുന്ന് പറിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാടിന്റെ ഒരുപാട് ഭാഗം ഇവന് നന്നായിട്ട് അറിയാം. കൂട്ടത്തിൽ ആ ഒരു കടുവയുടെ മടയും. ഇവന്റെ ഉള്ളിൽ വേട്ടക്കാരനാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ ആ ആഗ്രഹത്തെ എങ്ങനെങ്കിലും പുറത്തേക്ക് എടുപ്പിക്കണം. അതിനായിട്ട് തന്നെ ഓഫീസർ കിം അവനൊരു ഗണ്ണ് സമ്മാനമായിട്ട് നൽകുകയാണ്. കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സുക്കിയോന് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും 2 ടീമായിട്ട് നേരെ കാട്ടിലേക്ക് പോവാണ്. എന്നാൽ ആ സമയത്താണ് ചിൽഗോ ഈ വിവരം അറിയുന്നത്. അതായത് മാൻഡൂക്കിന്റെ മകനായിട്ടുള്ള സൂക്കിയോ അവനെയും കൂട്ടിക്കൊണ്ട് ഹണ്ടർ ഹാൻ വേട്ടക്ക് പോവാന്ന്. അപ്പൊ വിവരം അറിഞ്ഞ വാർഡിന് ഓടി വന്ന് ചിൽഗോ അവനോട് സംസാരിക്കുന്നുണ്ട്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കരുത്. അവൻ അവന്റെ ആ ഒരു ഭാര്യ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അവന്റെ മകനെ കൂടെ കൊണ്ടുപോയി കൊലക്ക് കൊടുക്കുകയാണെങ്കിൽ അവൻ തകർന്നു പോകടാ. പണ്ടൊക്കെ നമ്മൾ ഒരുപോലെ ആയിരുന്നില്ലേ, കൂട്ടുകാരായിരുന്നില്ലേ? അവന്റെ അവസ്ഥയെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിന്ന് പറയാണ്. ഇതേ സമയത്ത് ഹണ്ടർ ഹാൻ പറയാണ്, എനിക്കിപ്പോ അതൊന്നും എന്റെ തലയിലില്ല. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഒരു കടുവയെ പിടിക്കണം, അവനെ കൊല്ലണം. എനിക്ക് ആ തീരുമാനത്തിൽ നിന്നും എനിക്ക് യാതൊരു പിന്മാറ്റവും ഇല്ല. പിന്നീട് കാട്ടിലേക്ക് 2 ഗ്രൂപ്പായിട്ട് പോവാണ്. ഒന്ന് ഈ വേട്ടക്കാരുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ മറ്റേത് ആ ഒരു പട്ടാളക്കാരുടെ ഗ്രൂപ്പ്. പട്ടാളക്കാരുടെ ദൗത്യം എന്താന്ന് വെച്ചാൽ ഒരു ഭാഗത്തൂടെ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കി ആ ഭാഗത്തു നിന്നും കടുവയെ ഓടിപ്പിക്കണം. അപ്പൊ കാട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ചിൽഗോ ഉണ്ടല്ലോ, മാൻഡോക്കിന്റെ മകനായിട്ടുള്ള സൂക്കിയോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു നല്ല ഉദ്ദേശത്തിൽ പറയണം, മോനെ ഞങ്ങളുടെ കൂടെ നീ വരണ്ട, ആ പട്ടാളക്കാരുടെ കൂടെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ കടുവ പെട്ടെന്നൊന്നും ആ ഒരു കൂട്ടത്തെ വന്ന് ആക്രമിക്കില്ല. അവര് നേരെ വരിക ഞങ്ങളുടെ അടുത്തേക്കായിരിക്കും. അതുകൊണ്ട് നീ അവരുടെ കൂടെ പോകുന്നതാണ് സേഫ് എന്ന് പറഞ്ഞിട്ട് സൂക്കിയോവിനെ നേരെ പട്ടാളക്കാരുടെ കൂടെ അയക്കുകയാണ്. അതേ നേരം തന്നെ വേട്ടക്കാരെല്ലാവരും കൂടിയിട്ട് അവർക്ക് ഏകദേശം ആ ഒരു കടുവയുടെ സ്ഥലം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കെണി ഒരുക്കിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. കെണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടുവയുടെ 2 കുഞ്ഞുങ്ങളിൽ ഒന്നിനെ ആ ഒരു കടുവ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഒരെണ്ണം കൂടെ ബാക്കിയല്ലേ, അതിന്റെ ആ ഒരു ഡെഡ് ബോഡി അവിടെ വെച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഗണ്ണം പിടിച്ച് ഇവരെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മാൻഡോക്ക് വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ മകനെ കാണാനില്ല. അപ്പൊ തന്നെ മാൻഡോക്കിന് മനസ്സിലായി അവനും വേട്ടക്കാരുടെ കൂടെ വേട്ടയ്ക്കായിട്ട് കാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന്. ആകെ ടെൻഷനായിട്ട് മാൻഡോക്ക് പുറത്തേക്ക് ഓടി വരികയാണ്. മാത്രമല്ല കാട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഘോരമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് ആ കടുവ അതിന്റെ വേട്ടയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. അതായത് ഈ വേട്ടക്കാരുടെയും പട്ടാളക്കാരുടെയും പ്ലാന് പോലെ ഒന്നും നടന്നില്ല. പകരം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഇവർ വിചാരിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ശബ്ദമുണ്ടാക്കി പട്ടാളക്കാർ കടുവയെ ഇവിടെ നിന്ന് തെളിക്കാൻ നോക്കിയ സമയത്ത് അങ്ങോട്ടേക്ക് തന്നെ ഈ കടുവ വന്നിരിക്കുകയാണ്. കാരണം അത് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന കൂർമ്മ ബുദ്ധിയുള്ള ഒരു കടുവയായിരുന്നു. ഈ ശബ്ദമുണ്ടാക്കുന്ന ടീം അവർക്ക് അത്ര സ്കില്ലൊന്നും ഇല്ലാന്ന് ഈ കടുവക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു കൂട്ടത്തിന് നേരെ ഈ കടുവ ചാടി വീഴുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് നരനായാട്ട് എന്ന് പറഞ്ഞാൽ നരനായാട്ടായിരുന്നു. ആ കടുവയുടെ മുന്നിൽ മനുഷ്യരൊക്കെ വെറും കോഴികളെ പോലെയായിരുന്നു. അതിന്റെ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് പോവാണ്. ഓരോ ഏറിലും ഓരോ മനുഷ്യൻ വീതം ചാകുന്നുണ്ട്. ആ കൂട്ടത്തിലാണല്ലോ പാവം നമ്മുടെ സൂക്കിയോ ഉള്ളത്. അവൻ ഭയന്ന് വിറച്ച് ഒരു മരത്തിന്റെ പിന്നിൽ പോയിട്ട് വിളിക്കുകയാണ്. അവന്റെ അരികിലേക്ക് ആ ഒരു കടുവ വരുന്നുണ്ട്, അവനെ നോക്കുന്നുണ്ട്. എന്നാൽ അവന് ഒന്നും ചെയ്യാതെ കടുവ മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ അതേ നേരം തന്നെ സൂക്കിയോവിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ കടുവക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ നേരെ ഈ കടുവ പാഞ്ഞു വരുമ്പോൾ സൂക്കിയോ ആകെ പേടിച്ചുപോയി. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ആ കടുവയെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ വഴിയിലുണ്ടായിരുന്ന സൂക്കിയോവിനെ തട്ടി മാറ്റിയിട്ട് പിറകിലുണ്ടായിരുന്ന ആ ഒരു പട്ടാളക്കാരനെ കടുവ പിച്ചി ചീന്തി കളയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് ബാക്കിയുള്ള എല്ലാ വേട്ടക്കാരും ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരുപാട് മരണപ്പെട്ട് കിടക്കുന്ന പട്ടാളക്കാരുടെ ചിന്നിച്ചിതറിയ ചേട്ടങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു മഞ്ഞിൽ പടർന്നു കിടക്കുന്ന രക്തവും. ഇത് കണ്ട് ആ ഒരു വേട്ടക്കാരൊക്കെ ആകെ ഭയന്നു പോകുന്നുണ്ട്. കാരണം ഇവരുടെ പ്ലാനിങ് വ്യക്തമായിട്ട് ആ ഒരു കടുവ മനസ്സിലാക്കി. അതിനെതിരെ അവൻ പ്രവർത്തിച്ചു. അതായത് അധികം ദൂരെയൊന്നും അവൻ പോയിട്ടുണ്ടാവില്ല. അവൻ പോയ ആ ഒരു ദിശയിലേക്ക് കാൽപ്പാട് പിന്തുടർന്നുകൊണ്ട് തന്നെ വേട്ടക്കാർ പോവാണ്. കൂട്ടത്തിൽ ഹണ്ടർ ഹാനും ഉണ്ട് കേട്ടോ. ഇതേ നേരത്ത് ഹണ്ടർ ഹാന്റെ കാലിൽ ഒരാൾ പിടിക്കുന്നുണ്ട്. മറ്റാരും ആയിരുന്നില്ല, മാൻഡോക്കിന്റെ മകനായിട്ടുള്ള സൂക്കിയോ ആയിരുന്നു. ദേഹം മുഴുവൻ രക്തമായിരുന്നു. അതായത് വേണമെന്ന് വിചാരിച്ച് ആ കടുവ അവനെ ആക്രമിച്ചതായിരുന്നില്ല. പകരം അവന്റെ പിന്നിലുണ്ടായിരുന്ന പട്ടാളക്കാരനെ പിടിക്കാൻ വേണ്ടി അതിന്റെ നഖം വെച്ച് അവനൊന്നും തട്ടിമാറ്റി. ആ സമയം തന്നെ അവന്റെ നെഞ്ച് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ അവസ്ഥയിലാണ് രക്തത്തിൽ കുളിച്ച് അവൻ അവിടെ കിടക്കുന്നത്. മാത്രമല്ല ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ സൂക്കിയോ ഹണ്ടർ ഹാനോട് പറയാണ്, എനിക്ക് വേദനിച്ചിട്ട് വയ്യ, എന്നൊന്ന് രക്ഷപ്പെടുത്തോ, അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ചോദിക്കുകയാണ്. എന്നാൽ ഹാന് പറയാണ്, മോനെ നീ ഇവിടെ കിടക്ക്, എനിക്ക് ആദ്യം ആ ഒരു കടുവയെ കൊല്ലണം, എന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് യാതൊരു ദയം കാണിക്കാതെ ഇവൻ നേരെ കാട്ടിലേക്ക് പോകണം. ആ കൂട്ടത്തിൽ തന്നെ ചിൽഗോ ഉണ്ടായിരുന്നു. എന്നാൽ ചിൽഗോ ഈ ഒരു കാര്യം കണ്ടിട്ടില്ല കേട്ടോ. കുറച്ചു മുന്നോട്ടേക്ക് പോയപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. അല്ല, ആ കൂട്ടത്തിൽ നമ്മുടെ ചെറുക്കനുണ്ടല്ലോ സൂക്കിയോ, അവനെന്താ പറ്റിയത്? ഇപ്പോഴാണ് ചിൽഗോന് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. പിന്നീട് ഹണ്ടർ ഹാനോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് അവൻ നുണ പറയാണ്. പെട്ടെന്ന് തന്നെ ചിൽഗോയും വേറെ കുറച്ച് വേട്ടക്കാരും അങ്ങോട്ടേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് പട്ടാളക്കാരെ അവിടെ മരിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇവരുടെ എല്ലാം ശവം പച്ചയ്ക്ക് വന്നിട്ട് ഒരുപാട് ചെന്നായ്ക്കൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയും സൂക്കിയോന്റെ ബോഡി കാണാനില്ല. ഇതേ നേരം തന്നെ വല്ലാണ്ട് ദേഷ്യം വന്ന ചിൽഗോ വന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ഹാൻ, അവനെ കൂടെ
കൂട്ടണ്ട എന്ന്. ഇനി ആ ഒരു മനുഷ്യനോട് നമ്മൾ പോയിട്ട് എന്ത് മറുപടി പറയും? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടമായിട്ട് ഓൾറെഡി അതിന്റെ ആ ഒരു വിഷമത്തിലാണെന്ന്. ഇപ്പതാ മകനെ നഷ്ടമായിട്ടുണ്ട്, അവന്റെ ബോഡി വരെ കാണാനില്ല, ഞാൻ എന്ത് പറയടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഷിൽഗോ ഇപ്പോ ഹണ്ടർ ഹാനെ അടിച്ചിടുകയാണ്. അവന്റെ മുഖത്ത് നോക്കി പല തവണ കുത്തുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ആരും ഒരാൾ വന്നിട്ട് ചിൽഗോയുടെ കയ്യിൽ പിടിക്കുകയാണ്. നോക്കുമ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ മാൻഡൂക്ക് ആയിരുന്നു. മാൻഡൂക്ക് വന്ന പാട് തന്നെ ചോദിക്കുകയാണ്, എവിടാ എന്റെ മോന്? പറയാൻ ഒരു മറുപടിയും ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ ആ ഒരു ഡെഡ് ബോഡി വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയോ, നേരത്തെ കുറച്ചധികം ചെന്നായ്ക്കൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, അതെല്ലാം കൂടി ജീവനുള്ളത് കൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് കടിച്ചു വലിച്ചു കൊണ്ടുപോയി. കാരണം ജീവനുള്ള ശരീരത്തിലെ രക്തം കുടിക്കാൻ അവറ്റകൾക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. എന്നാൽ അങ്ങനെ ആ ഒരു ചെന്നായ്ക്കൾ കടിച്ചു വലിച്ച് സൂക്യുവിന്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ തന്നെ അവസാനമായിട്ട് അവന്റെ ആ ഒരു അച്ഛന്റെ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവസാന ശ്വാസം വലിച്ചുകൊണ്ട് അവൻ അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നുണ്ട്. ആ ചെറുക്കന്റെ ശരീരം മുഴുവൻ തിന്നാൻ നിൽക്കുന്ന ഈ ചെന്നായ്ക്കളുടെ അരികിലേക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വരികയാണ്. മറ്റാരുമല്ല, ആ രാക്ഷസ കടുവ തന്നെ. എല്ലാ ചെന്നായ്ക്കളെയും മോടിപ്പിച്ച് ഈ കടുവ പിന്നീട് അവന്റെ ദേഹത്തെ ആ ഒരു ചോരയെല്ലാം നക്കി തുടച്ചു കളിയാണ്. എന്നിട്ട് അവന്റെ അരികിൽ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വളരെ സങ്കടത്തോടു കൂടിയിട്ട് ആ ഒരു കടുവ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തിനായിരിക്കും അവനോട് ഈ ഒരു സ്നേഹം ഈ കടുവ കാണിക്കുന്നേ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അതൊരു വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ച തന്നെയായിരുന്നു. ഇതേ സമയത്ത് തന്നെ ജാപ്പനീസ് ഗവർണർ ഇയാളുടെ അടുത്തേക്ക് ഹണ്ടർ ഹാൻ പോയിട്ട് പറയാണ്, ഓൾറെഡി ആ കടുവയ്ക്ക് ഒരുപാട് പരുക്കുകൾ വന്നിട്ടുണ്ട്, കുറെ ആളുകൾ മരിച്ചിട്ടുമുണ്ട്, എന്നിരുന്നാലും നമുക്കതിനെ അധികം വൈകാതെ പിടിക്കാൻ കഴിയും, പക്ഷേ കൂടുതൽ ആൾക്കാർ വേണം. എന്നാൽ ഗവർണർ പറയാണ്, ഇനി എന്റെ കൂട്ടത്തിൽ എത്ര ആൾക്കാർ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അതിനെ കൊന്നേ മതിയാവുള്ളൂ, നിനക്ക് ആവശ്യമുള്ള അത്രയും ആൾക്കാരെ കൂട്ടി കൊണ്ടുപോയിക്കോ എന്ന് ജാപ്പനീസ് ഗവർണർ പറയാണ്. ഇതേ നേരം തന്നെ ആ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് മാൻഡോക്ക്. കാരണം അദ്ദേഹത്തിന്റെ മകന്റെ ഡെഡ് ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ നേരം എന്തോ ഒരു ശബ്ദം കേട്ട് മാൻഡോക്ക് തിരിഞ്ഞു നോക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ മകന്റെ ആ ഒരു ഡെഡ് ബോഡി അത് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ആ വലിയ കടുവ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ മകന്റെ ഡെഡ് ബോഡി അവിടെ ഇട്ടുകൊണ്ട് തന്നെ കടുവ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കടുവ ഈ രീതിയിൽ മാൻഡോക്കിനോട് പെരുമാറുന്നത്? അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതായത് കഥയുടെ ആരംഭത്തിൽ മാൻഡോക്കിന്റെ അരികിലേക്ക് വന്ന ഒരു കടുവയെ അവൻ വെടിവെച്ചിട്ടില്ലേ, ആ കടുവയുടെ പെൺകടുവയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനെയും അവൻ കൊന്നുകളഞ്ഞു. ഇതേ നേരത്താണ് അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹണ്ടർ ഹാനും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നത്. ഓൾറെഡി കൊന്നുകളഞ്ഞ ആ 2 കടുവകളുണ്ടല്ലോ, അതിന് 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ ഇവർ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ മാൻഡോക്ക് പറയണ, വേണ്ട, കൊല്ലണ്ടെന്ന് പറയണം. കാരണം അത് ചെറിയ കടുവകളാണ്, എന്തിനാണ് അവറ്റകളെ കൊല്ലുന്നത്? അങ്ങനെ ആ 2 കുട്ടികളെയും കൊല്ലാതെ മാൻഡോക്ക് അതുമായിട്ട് നേരെ കാട്ടിലേക്ക് പോയിട്ട് അവിടെ ഒരു മടയുണ്ടായിരുന്നു, ആ മടയിൽ അവറ്റകളെ വിട്ടു. എന്നിട്ട് ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് വരികയായിരുന്നു അവർക്ക് കഴിക്കാനുള്ള ഇറച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ 2 കടുവ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും ഒരെണ്ണം മരിച്ചു പോവാണ്. ഒരേ ഒരു കടുവ കുഞ്ഞ് മാത്രം ബാക്കിയായി. ആ കടുവയാണ് ഇപ്പൊ ഇത്രയും വലിയ നരഭോജിയായിട്ട് മാറിയിരിക്കുന്നത്, ആ ഒറ്റക്കണ്ണൻ കടുവ. ആ കടുവയെ ചെറുപ്പത്തിൽ നോക്കിയതിന്റെ ആ ഒരു നന്ദിയായിട്ടാണ് മാൻഡോക്കിന് വേണ്ടിയിട്ട് സൂക്യുവിന്റെ ആ ഒരു ശരീരം ഇങ്ങോട്ടേക്ക് ഈ കടുവ കൊണ്ടുവന്നെടുത്തത്. അതുപോലെ ഒരിക്കലും മാൻഡോക്കിനെ ആക്രമിക്കാനോ കൊല്ലാനോ ഈ ഒരു കടുവ ശ്രമിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര തവണ ഈ ഒരു കാട്ടിലേക്ക് മരുന്ന് പറിക്കാൻ വേണ്ടി മാൻഡോക്ക് വന്നിട്ടുണ്ട്, ഒരു തവണ പോലും ഈ കടുവ അവൻ ആക്രമിച്ചിട്ടില്ലല്ലോ. ആക്രമിക്കില്ല. അതിന് കാരണം ആ ഒരു കടുവയെ വളർത്തിയത് തന്നെ മാൻഡോക്കാണ്. എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്ത് അതിനെ സ്നേഹിച്ച് അതിന്റെ ആ ഒരു നന്ദി ഇപ്പൊ ആ ഒരു കടുവ തിരിച്ചു കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ കടുവ എല്ലാ പട്ടാളക്കാരെയും കൊന്നിട്ടും മാൻഡോക്കിന്റെ മകനായിട്ടുള്ള സൂക്യുവിനെ കൊല്ലാനായിട്ട് വരാതിരുന്നത്. ശരിക്കും അവൻ മരിച്ചു പോയത് തന്നെ അതൊരു അബദ്ധം പറ്റിയതാണ് കടുവയ്ക്ക്. അവനെ തട്ടി മാറ്റിയപ്പോൾ ആ നഖം അവന്റെ നെഞ്ചിൽ തട്ടി നെഞ്ച് പിളർന്നുപോയി. ഇപ്പൊ മാൻഡോക്കിന് മകനായിട്ടുള്ള സൂക്യുവിന്റെ ആ ഒരു ബോഡി കയ്യിൽ കിട്ടിയല്ലോ, അത് പിടിച്ചുകൊണ്ട് ദയനീയമായിട്ട് തന്നെ ആ ഒരു മനുഷ്യൻ കരയാണ്. അതേ സമയത്ത് ആ കടുവയാണെങ്കിൽ അതിന്റെ ആ ഒരു കുഞ്ഞിന്റെ ഡെഡ് ബോഡിയും അതിന്റെ കയ്യിലിപ്പുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചുകൊണ്ട് ആ കടുവയുടെ വിഷമവും കാണിക്കുന്നുണ്ട്. ഒരു മൃഗവും അതുപോലെ തന്നെ ഒരു മനുഷ്യനും. ഇനിയിപ്പോ മൃഗമായാലും മനുഷ്യനായാലും സ്വന്തം കുഞ്ഞിന്റെ ശവശരീരം കയ്യിലുണ്ടാകുമ്പോൾ ഏതൊരു ജീവിയുടെ നെഞ്ചും ഒന്ന് പിടഞ്ഞു പോയില്ലേ? അങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മറ്റൊരു ഭാഗത്ത് ജാപ്പനീസ് ഗവർണർ ഹണ്ടർ ഹാനിന് വേണ്ടിയിട്ട് വലിയൊരു ടീമിനെ തന്നെ കൊടുത്തിരിക്കുകയാണ് ആ കടുവയെ കൊന്ന് കൊല വിളിച്ച് കൊണ്ടുവരാനായിട്ട്. എന്നാൽ ഇത്തവണ വളരെ പ്രാന്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇവരുണ്ടാക്കിയത്. ഒരുപാട് ഡൈനാമൈറ്റ് ഇത് കൊണ്ടുവന്ന് കാടിന്റെ പല ഭാഗത്ത് വെച്ച് പൊട്ടിക്കുകയാണ്, എങ്ങനെയെങ്കിലും കാടിന്റെ പുറത്തേക്ക് ഈ കടുവയെ വരുത്തിക്കാനായിട്ട്. എന്നാൽ ആ ഒരു കാടിനെ എന്തിനാ നശിപ്പിക്കുന്നത്? അത്രയും വലിയ ബ്ലാസ്റ്റ് കാട്ടിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ എത്രയോ പക്ഷികൾ ചത്തുപോയി, എത്രയോ മൃഗങ്ങൾ അതിൽ പെട്ട് ചത്തുപോയി. അതൊന്നും ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. ഒരേ ഒരു ലക്ഷ്യം, ആ ഒരു കടുവയെ കൊന്നാൽ മാത്രം മതി. കാട്ടിൽ വെച്ച് ഇത്രയും ഘോരമായ കാര്യം നടക്കുന്ന സമയത്ത് കാടിന്റെ രാജാവായിട്ടുള്ള ആ കടുവയ്ക്ക് അതങ്ങനെ നോക്കി നിൽക്കാൻ കഴിയോ? ഓൾറെഡി കുടുംബത്തിനെ നശിപ്പിച്ചു, അത് പോരാത്തതിന് അവന്റെ വീടും കൂടെ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അവന്റെ ക്ഷമ പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അന്ന് ആ കാട്ടിലേക്ക് വന്ന പട്ടാളക്കാര് എത്രത്തോളം മൃഗീയമായിട്ട് കൊല്ലാൻ കഴിയോ അത്രത്തോളം മൃഗീയമായിട്ട് തന്നെ അവന്റെ എല്ലാ എനർജിയും ഉപയോഗിച്ചുകൊണ്ട് വലിച്ചു കീറി കൊന്നുകളയാണ്. ഒരു ദയയും ആ ഒരു കടുവ ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ഹണ്ടർ ഹാൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിന്റെ കാഞ്ചി വിരിച്ച് തയ്യാറായി നിൽക്കുകയാണ്. ആ കടുവ നേർക്ക് വരുമ്പോൾ അതിന്റെ കണ്ണിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് കയറിയത് കാഴ്ചയില്ലാത്ത അതിന്റെ കണ്ണിലായിരുന്നു. വേദന വല്ലാണ്ടുണ്ട്. എന്നിട്ട്
എന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ കടുവ ഹണ്ടർ ഹാന് നേരെ വരികയാണ്. അപ്പോഴേക്കും കയറ് വെച്ച് ബാക്കിയുള്ള വേട്ടക്കാര് ഈ കടുവയെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ അവന്റെ ദേഹത്ത് ഒരുപാട് ബുള്ളറ്റുകൾ കയറിയിട്ടുണ്ട്. വേദന സഹിക്കാൻ അവന് പറ്റുന്നില്ല. എന്നിരുന്നാലും ആ ഒരു കയറെല്ലാം വിടിപ്പിച്ചുകൊണ്ട് കുറെ നാളായിട്ട് ഈ കടുവയുടെ പിന്നാലെ വരുന്ന ഹണ്ടർ ഹാനെ അവൻ വലിച്ചു കീറിയിടുകയാണ്. അവസാനം രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോഴും ഹണ്ടർ ഹാൻ ആ ഒരു തോക്കിലേക്ക് കൈ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവസാനമായിട്ട് അവന്റെ ശരീരം ഒന്ന് പൊക്കി കടുവ ഒരു ഏറെറിയുന്നുണ്ട്. റബ്ബർ പന്ത് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോയി ഒരു മരത്തിലടിച്ച് ചതഞ്ഞരഞ്ഞു പോവാണ്. അങ്ങനെ ആ ഒരു കടുവയെ കൊല്ലാൻ കഴിയാതെ തന്നെ ഹണ്ടർ ഹാൻ മരണപ്പെടുകയാണ്. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ജാപ്പനീസ് ഗവർണർ ഇയാൾ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇതെന്തോന്ന് കടുവയത്, ഇതിനെ നശിപ്പിക്കാതെ ഇവിടം വിട്ട് പോവില്ല എന്ന് തന്നെ ഇയാൾ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇനിയിപ്പോ അതിനുവേണ്ടി ഈ കാട് വരെ ഇയാൾ കത്തിക്കാൻ തയ്യാറാ. ഇതേ സമയത്ത് തന്നെ മാൻഡോക്കിനെ കാണിക്കുകയാണ്. മരിച്ചുപോയ മകന്റെ ആ ഒരു ഡെഡ് ബോഡി കയ്യിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ തേങ്ങി കരയുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ പുറത്തു നിന്ന് മറ്റൊരു ശബ്ദം കേട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ മുളങ്കാട്ടില് അദ്ദേഹത്തെ കാത്തുകൊണ്ട് തന്നെ ആ കടുവയുണ്ടായിരുന്നു. അതിന്റെ ദേഹം ഒട്ടാകെ പരിക്കുകളാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധിക നേരമൊന്നും ഇത് ജീവനോടെ ഉണ്ടാവില്ല എന്ന് തോന്നും. എന്നാൽ ആ ഒരു കടുവയുടെ അരികിലേക്ക് വന്ന മാൻഡോക്ക് ചോദിക്കുകയാണ്, ഇപ്പോഴും നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? എനിക്കറിയാം, എനിക്ക് നഷ്ടമായതിനേക്കാൾ കൂടുതൽ നിനക്ക് നഷ്ടമായിട്ടുണ്ട്. നിന്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞുങ്ങള്. ഏറ്റവും വലിയ നഷ്ടം അത് നിനക്ക് തന്നെയാണ്. എത്രത്തോളം ആ ഒരു വേദന നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ നിന്നോട് പറയാണ്, എന്നെ വെറുക്കരുത്. ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ഇങ്ങനെ ചോദിച്ച സമയത്ത് പ്രത്യേകിച്ചൊന്നും കാണിക്കാതെ ആ കടുവ അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ നേരം തന്നെ ജാപ്പനീസ് ഗവർണർ മാൻഡോക്കിനെ കുറിച്ച് അറിയുന്നുണ്ട്. അതായത് ഇത്രയും കഴിവുള്ളൊരു വേട്ടക്കാരൻ ഈ നാട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ ടീം ചേർത്തില്ല? അതുകൊണ്ട് തന്നെ മാൻഡോക്കിനെ വിളിക്കാനായിട്ട് ചിൽഗോയിനെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ മാൻഡോഗ് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ? അദ്ദേഹത്തിന്റെ മകന്റെ ആ ഒരു ഡെഡ് ബോഡി വീട്ടിൽ വെച്ച് ആ വീടിന് തീയിട്ട് അവിടുന്ന് ആകെ അദ്ദേഹത്തിന്റെ ആ ഒരു തോക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കൈകൊണ്ട് അത് തൊടുന്നത്. ആ തോക്ക് എടുത്തുകൊണ്ട് നേരെ മലയുടെ മുകളിലേക്ക് പോവുകയാണ്. കാരണം ഈ മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചത് തന്നെ മകന് വേണ്ടിയിട്ടാണ്. ആ മകനും ഇല്ലാത്ത ഈ ലോകത്തിൽ ഇനി എന്തിനു ഞാൻ ജീവിക്കണം? അങ്ങനെ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ മനുഷ്യൻ. അങ്ങനെ രാത്രിയാവാൻ നേരത്ത് തണുപ്പുള്ള നന്നായിട്ട് മഞ്ഞ് പെയ്യുന്ന ആ രാത്രിയിൽ മല കയറി പോവാണ്. ഇതേ സമയത്ത് തന്നെ ജാപ്പനീസ് ഗവർണർ വന്നിട്ട് ചിൽഗോയും കുറച്ച് പട്ടാളക്കാരും കൂടെ മാൻഡോക്കിനെ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫുള്ളായിട്ട് കത്തിക്കരഞ്ഞ അദ്ദേഹത്തിന്റെ വീട് കാണുകയാണ്. അദ്ദേഹം മല കയറി എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വളരെ വേഗത്തിൽ മാൻഡോക്കിന്റെ പിറകാലെ തന്നെ ആ ഒരു മലയുടെ മുകളിലേക്ക് ഓടി കയറുകയാണ്. ഇതേ സമയത്ത് ആ മലയുടെ മുകളിൽ, അതായത് കടുവയുടെ ആ ഒരു മടയിൽ എത്തിക്കഴിഞ്ഞ മാൻഡോക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു തോക്കുകൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കടുവയും രണ്ടും കൽപ്പിച്ച് മാൻഡോക്കിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മാൻഡോക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു തോക്ക് താഴെ വെച്ചുകൊണ്ട് കടുവയുടെ മുന്നിൽ രണ്ട് കൈയും കൂപ്പി അതിനോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറയാണ്. പിന്നീട് അതിവേഗത്തിൽ ആ ഒരു ഗണ്ണെടുക്കുന്നുണ്ട്. ട്രിഗർ വലിക്കുകയാണ്. കടുവക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതേ നേരം തന്നെ കടുവയും ചാടുകയാണ്. വെടിക്കൊണ്ട് ആ ഒരു കടുവ താഴെ വീഴുന്നുണ്ട്. അപ്പോഴും അത് ചത്തിട്ടില്ല. എന്നാൽ ഈ ഒരു അവസ്ഥയിലും മാൻഡോക്കിനെ കൊല്ലാനായിട്ട് ആ ഒരു കടുവ വരുന്നില്ല കേട്ടോ. എന്നാൽ ഇതിനുശേഷം മാൻഡോക്കി എന്താ ചെയ്തതെന്നറിയോ? ആ മലയുടെ അരികിലേക്ക് പോയി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കത്തി എടുത്തിട്ട് ഈ കടുവയെ നോക്കിയിട്ട് പറയാണ്, ഇനിയും എന്തിനാ നീ കാത്തു നിൽക്കുന്നത്? എനിക്കും നിനക്കും നഷ്ടപ്പെടാനായിട്ട് ഈ ലോകത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. നമ്മൾ രണ്ടുപേരും ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം? വാടാന്ന് വിളിക്കുകയാണ്. അങ്ങനെ ആ കടുവയും പാഞ്ഞു വരികയാണ് മാൻഡോക്കിന്റെ നേരെ. അതേ നേരം തന്നെ കത്തി വെച്ച് ആ ഒരു കടുവയെ അവൻ കുത്തുകയാണ്. അതുപോലെ കടുവയാണെങ്കിൽ മാൻഡോക്കിനെ അടിച്ച് തെറിപ്പിച്ച് ആ കൊക്കയിലേക്ക് രണ്ടു പേരും കൂടെ ഒരുമിച്ച് വീഴുകയാണ്. അതായത് ഈ ലോകത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത രണ്ട് ജീവനുകൾ അവരുടെ ആ ഒരു ജീവനെ അവിടെ വെച്ച് ഇല്ലാതാക്കി കളയാണ്. അങ്ങനെ മാൻഡോക്കും ആ ഒരു കടുവയും കൊക്കയിലേക്ക് വീണതിന് ശേഷമാണ് ചിൽഗോയും അദ്ദേഹത്തിന്റെ ആ ഒരു സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അവരെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല. അവസാനം ഈ ഒരു വിവരം ജാപ്പനീസ് ഗവർണറോട് പറയാണ്. അയാൾക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. കടുവ ചത്തല്ലോ, അയാൾക്ക് അത്രേ ഉള്ളൂ. എന്നാൽ വളരെ ചുരുക്കം ആൾക്കാരുടെ ഉള്ളിൽ ഇതൊരു വല്ലാത്തൊരു നോവായിട്ട് മാറി കേട്ടോ. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതായത് ഈ സിനിമയിൽ പറയുന്ന പ്രധാന കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എങ്ങനെയാണോ ഈ ഭൂമിയുടെ മേലെ അധികാരമുള്ളത്, അതുപോലെ തന്നെ ആ മൃഗങ്ങൾക്കും ഈ ഭൂമിയുടെ മുകളിൽ അധികാരമുണ്ട്. അവർക്കും അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രാണനാണ്. നമുക്കും അതുപോലെ തന്നെയല്ലേ? അവസാനം എന്തായാലും ഒരുപാടധികം കണ്ണ് നിറയിപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നത്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.